മാതൃത്വത്തിന്റെ ആ സുഖം മനസ്സിലാക്കിക്കൊണ്ട് ദിയ കഴിഞ്ഞ ദിവസം ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ശനിയാഴ്ചയായിരുന്നു ആ കുഞ്ഞ് ജനിച്ചത്. ഇപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നെങ്കിലും ഇതല്ലായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത്. ജൂലൈ മാസം 28-ാം തീയതി മീഡിയ വൺ ന്യൂസാണ് ഈ കുതിരയെ ക്രൂരമായി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ വാർത്ത നൽകിയത്. വാർത്ത വന്നതിന് പിന്നാലെ മൃഗസംരക്ഷണ വകുപ്പ് ഉൾപ്പെടെ ഇടപെട്ടു. വേണ്ടുന്ന ചികിത്സ ഉൾപ്പെടെ നൽകുകയും ചെയ്തു. വേണ്ടുന്ന സഹായങ്ങൾ അതിന്റെ ഉടമയായിട്ടുള്ള ഷാനവാസിന് നൽകിയ ചികിത്സയുടെ കാര്യങ്ങൾക്കൊക്കെ സഹായിച്ചു. ഈ കുതിര ശനിയാഴ്ച ഇപ്പോൾ പ്രസവിച്ചിരിക്കുന്നു. ഒരു ആൺകുഞ്ഞാണ്. ദിയ എന്നാണ് ആ വലിയ കുതിര, അതായത് അമ്മ കുതിരയുടെ പേര്. അതിനെല്ലാം പരിപാലിച്ച് ഇത്രത്തോളം സംരക്ഷിച്ചതിന്റെ എല്ലാ ക്രെഡിറ്റും ഉടമസ്ഥനായിട്ടുള്ള ഷാനവാസിന് തന്നെയാണ്. കാരണം നമ്മൾ അന്ന് കാണുമ്പോൾ ഇതൊന്നും അല്ലായിരുന്നു അവസ്ഥ. ആകെ പേടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ. അതിൽ നിന്നും ഇപ്പൊ ഇങ്ങനെ എത്തിയിരിക്കുന്നത് എന്താ ഈ സമയത്ത് പറയാനുള്ളത്? വളരെ സന്തോഷമുള്ള ദിവസങ്ങളാണ്. കാരണം ഇത്ര നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഇതിനെ കുട്ടിയെ എങ്ങനെയായാലും കുട്ടിയെ നമുക്ക് കിട്ടും എന്നുള്ള ഒരു ആഗ്രഹം, വളരെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നാട്ടുകാർ ദിവസവും ചോദിക്കും, കുട്ടി പ്രസവിക്കാറായോ, പ്രസവിച്ചോ എന്ന് നാട്ടുകാരുടെ ചോദ്യം. അതെല്ലാവർക്കും സന്തോഷമാണ്. ഈ പരിസരത്തുള്ള എല്ലാവർക്കും സന്തോഷമാണ്. എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു കുതിര പ്രസവിച്ചു. അന്ന് ആകെ ഒരു വിഷമിച്ച അവസ്ഥയായിരുന്നു. അതിനുശേഷം എങ്ങനെയായിരുന്നു ഒരു കെയറും ഈ കഴിഞ്ഞ ദിവസം വരെയുള്ള ഒരു കാര്യങ്ങൾ? അതിനുശേഷം നല്ല കെയറിങ്ങാണ് കൊടുത്തത്. ആ കുട്ടി നമുക്ക് കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹം ഒന്നും കൂടെ കൂടുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയും നല്ല കെയർ കൊടുത്ത് നല്ല രീതിക്ക് തന്നെ കൊണ്ട് നടന്നത്. നമ്മൾ വരുമാനത്തിന് വേണ്ടിയല്ല, ഒരു വിനോദവുമല്ല, എന്നാൽ അതിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കുതിരയെ വാങ്ങിച്ചു നിർത്തിയിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിന് പേരിട്ടോ? പേരിട്ട ചർച്ചകൾ നടക്കുന്നു. പേരിടണം, നല്ലൊരു പേരിടണം എന്തായാലും. മക്കളാണോ പേരൊക്കെ കണ്ടത്? മക്കള്, വൈഫ്, പിന്നെ വീട്ടുകാര്, വാപ്പ, ഉമ്മ എല്ലാവരും ഉണ്ട്. പിന്നെ നമ്മളെ സാറാണ് ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥനാണ്. അപ്പോ എങ്ങനെയാ ഇത്? വേറെ ആരോഗ്യ പ്രശ്ന കാര്യങ്ങളൊന്നുമില്ല? ഇപ്പൊ എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ ഇതിനെയൊക്കെ തൊട്ട് തടവി നിന്നതാണ്. ഇപ്പൊ ആരെ അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നില്ല. ഇപ്പൊ ഒരു വിധത്തിലും ആരെയും അടുപ്പിക്കുന്നില്ല. വേറെ ആക്രമിക്കാൻ വരുന്നില്ല. പക്ഷെ എന്നാലും കുട്ടിയെ ഇങ്ങനെ കറക്റ്റ് റൗണ്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുകയാണ്. അത് അത്ര കെയർ ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി അതിനെ ഇവിടെ സ്വന്തം സ്ഥലമല്ല ഷാനവാസിനുള്ളത്. ഇത് ഇദ്ദേഹത്തിന്റെ സ്ഥലത്താണ് ഇപ്പോൾ അതിനെ കെയർ ചെയ്ത് നിർത്തിയിരിക്കുന്നത്. എങ്ങനെയാ ഈ കാര്യം? പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സ്ഥലം കൊടുക്കില്ല, ഇപ്പൊ കൊടുത്തു. അവിടെ ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. വളരെ പത്തറ്റിക് കണ്ടീഷൻ ആയിരുന്നു എൻ്റെ. പിന്നെ ഇവിടെ നല്ല അറ്റ്മോസ്ഫിയറും മരങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ എപ്പോഴും നല്ല കെയർ ചെയ്യാറുണ്ട്. പ്രസവം എടുത്തുമ്പോൾ തന്നെ ഞാൻ തന്നെ രാത്രി 3-4 പ്രാവശ്യം എഴുന്നേറ്റ് വന്ന് നോക്കുമായിരുന്നു. പിന്നെ അവസാന നിമിഷങ്ങളിൽ ഞങ്ങൾ ഹോമിയോ മെഡിസിനാണ് കൊടുത്തത്. സക്സസ്ഫുൾ ആയി പ്രസവിക്കുന്നതിന് ഒരു അല്പം പോലും കരഞ്ഞത് പോലും ഇല്ല പ്രസവ സമയത്ത്. അത് നല്ല കെയറാണ് കിട്ടിയത്. നല്ല കെയർ. ഈ കുതിരയൊക്കെ ഇങ്ങനെ വരിക എല്ലാവർക്കും ഒരു സന്തോഷമായിരിക്കുമല്ലോ. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പെറ്റ്സിനോടൊക്കെ വളരെ ഇതുള്ളതാണ്. ഷാനവാസിന്റെ വാപ്പയാണ്. അദ്ദേഹവും എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു കാര്യം? ഷാനവാസ് ഇങ്ങനെ ഒരു കാര്യം, സാധാരണ വീട്ടിൽ മക്കളൊക്കെ പോകുമ്പോൾ വീട്ടുകാരും സമ്മതിക്കാറില്ല. എങ്ങനെയായിരുന്നു വീട്ടിൽ? നമ്മൾ ഇതിനെ ഈ ഷാനവാസ് പറഞ്ഞ കണക്ക് വളരെ അതിനെ എങ്ങനെ നന്നാക്കി എടുക്കാൻ പറ്റും അങ്ങനെ നന്നാക്കി എടുക്കാൻ വേണ്ടിയാണ് അത്രയ്ക്കും അവനും കഷ്ടപ്പെട്ട്. വർക്കിംഗ് സൈറ്റിലാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു വിടും, പെട്ടെന്ന് പോകാനെ നോക്ക്, അതിന്റെ ഫുഡോ കാര്യങ്ങളൊക്കെ കൊടുക്ക്. അപ്പൊ അന്ന് കണ്ടാണ് കാണണം ഇപ്പൊ ഇരിക്കുന്നത്. അത്രയും ഇതായിട്ട് അവൻ നോക്കിയത് കൊണ്ടാണ് ഇത്ര ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നത്. ഈ കുതിര ദിയ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ നാട്ടുകാർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്കെല്ലാം വളരെ സന്തോഷം. എന്തായി? സന്തോഷം തന്നെയാണ്, ഉള്ള സന്തോഷം തന്നെയാണ്. കാര്യം ഷാനവാസൊക്കെ അന്ന് ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. അതെ, ഈ കുതിര ഈ മറ്റേ ഈ അക്രമികൾ അതിനെ ഭയങ്കരമായി ദ്രോഹിച്ചപ്പം നമുക്ക് തന്നെ വിഷമം തോന്നി. നമ്മളൊന്ന് സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞു, ഷെഡ് കെട്ടി കൊണ്ട് താമസിപ്പിക്കാൻ. എന്നിട്ട് ഈ അക്രമികളെ ഭയങ്കര എന്തരായിപ്പോയത്, അത് വിഷമമായിപ്പോയി. ദിയ ഇത്രത്തോളം ആരോഗ്യവതിയായെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ഷാനവാസിന് തന്നെയാണ്. ഒപ്പം തന്നെ അതിന് പിന്നാലെ ഈ നമ്മളോട് സംസാരിച്ച ആളുകളെ പോലെ നിരവധി ആളുകളായിരുന്നു ദിയയ്ക്കും ഷാനവാസിനും സംരക്ഷണം ഒരുക്കി കൊണ്ടുവന്നത്. ഒരു കൂട്ടം യുവാക്കൾ ചെയ്ത ഒരു ക്രൂരത അന്ന് വളരെ ഒരു വേദനാജനകമായ കാഴ്ചയായിരുന്നു. ഒരു കുതിര, അതായത് ഗർഭിണിയായ കുതിരയെ ആക്രമിക്കുക എന്നുള്ള കാര്യം. അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ ദിയ വളരെ ആരോഗ്യമായി നിൽക്കുന്നു. കുതിരക്കുട്ടിയായിക്കോട്ടെ, അതും സന്തോഷത്തോടെ ഇത് ചാടിക്കളിച്ച് നടക്കുകയാണ്. തുടർന്നും ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ മൃഗങ്ങളെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനെ ആക്രമിക്കാതെ സ്നേഹത്തോടെ ഒന്ന് പരിലളിച്ച് കൊണ്ടുപോവുകയാണ് നമ്മളും ചെയ്യേണ്ടത്. കൊല്ലത്തുനിന്ന് ക്യാമറ പേഴ്സൺ രതീഷ് മാടമ്പിശ്ശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ വൺ.